ഹായ്, ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ കിട്ടിയിട്ടില്ല, ബട്ട് നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്ത് വെച്ചതാണ്. ഇന്നലെ മാർക്കറ്റ് ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ ചാർട്ടാണ്. മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള സാഹചര്യം വലുതായിട്ടില്ല. ഇവിടെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്ക് ഒരു എൻട്രി ഉള്ളൂ. അതിനുള്ള സാഹചര്യമൊന്നും ആയി വന്നിട്ടില്ല. വെയിറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഫോർമേഷനൊക്കെ വന്നത് ഇത് 3 മിനിറ്റാണ്. 5 മിനിറ്റിൽ അങ്ങനെ വന്നിട്ടില്ല. ഉണ്ട് അല്ലേ, താഴെ ഒരു പിൻ ബാർ ഉണ്ട്, ബട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇന്നലത്തെ അവസാനത്തെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാല്യൂ ഏരിയ എന്ന് പറയാം. ഇതാണ് അതിൻ്റെ കറക്റ്റ് വാല്യൂ ഏരിയ. മാർക്കറ്റ് കുറച്ച് സമയം നിന്ന് ഏരിയയാണ്. ഇവിടെ എന്താണോ കാണുന്നത്, ഇവിടെ എന്താണോ ക്യാൻഡിൽസ്റ്റിക് കാണിക്കുന്നത് അതനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഒരു പിൻബാർ അടിച്ചെന്ന് പറഞ്ഞിട്ട് മുകളിൽ പോയി ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ചെറിയൊരു ഹൈ മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇന്ത്യ വിക്സും അവർ ഡയറക്ഷൻ വന്ന് ഇല്ല അല്ലേ. യെസ്, പുട്ട് ഓപ്ഷൻ പ്രീമിയം ആ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഹൈ വന്നിട്ട് വീണ്ടും ആ ഒരു സോണിലേക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇത് 24,200 പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആണ്. പക്ഷേ ഇന്ന് നിങ്ങൾ അറ്റ് ദ മണിയോ ഇൻ ദ മണിയോ വേണം എടുക്കാൻ. ഓക്കെ, കാരണം വെച്ചാൽ തീറ്റ വാല്യൂ കുറവായിരിക്കും. നാളെ എക്സ്പയറി ആണ് അല്ലേ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അറ്റ് ദ മണിയെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ ഒരു മൊമെൻറ്റം വരണം അല്ലേ. ഗാമ വാല്യൂ ഒക്കെ കൂടണം, ഐ വി ഒക്കെ വ്യത്യാസം വരണം. ഇല്ലെങ്കിൽ നിങ്ങളിത് ഔട്ട് ഓഫ് ദ മണി എടുക്കുമ്പോൾ ലോസ് വരും. സോ ബി കെയർഫുൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നിങ്ങൾ ഗ്രേക്സ് ഒന്നും നോക്കിയില്ലെങ്കിലും ഈ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അറ്റ് ദ മണിയോ ഇൻ ദ മണിയോ എടുക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഔട്ട് ഓഫ് ദ മണി എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഇന്നലത്തെ ക്ലോസർ റേഞ്ചിന് താഴേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയാം. അത് ബ്രേക്ക് ചെയ്തതുകൊണ്ട് കുറേ ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്നലെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളത് കൊണ്ട് ഇവിടെ നല്ല ബയേഴ്സും ഉണ്ട്. ഓക്കെ, അതിവിടെ ക്യാൻഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വിക്കുകളുടെ ലെങ്ത് അല്ലേ, ഹൈയും അല്ലേ, ബോഡിക്ക് താഴെയും മുകളിലുള്ള വ്യത്യാസം അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ രണ്ടുപേരും ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് കയറുമെന്ന് നല്ല ബയേഴ്സും ഇവിടുന്ന് റെസിസ്റ്റൻസ് താഴേക്ക് പോകുന്നുള്ള ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നുള്ളൊരു വ്യൂവും നല്ല സെല്ലേഴ്സ് ഇവിടെ ഉണ്ട്. ബയേഴ്സ് വരുന്നുണ്ട്, ഒപ്പം തന്നെ സെല്ലേഴ്സും വരുന്നുണ്ട്. സോ ബി കെയർഫുൾ. ഇതിനിടയിൽ കയറി നിങ്ങൾ വിടരുത്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പറായിട്ട് SL വച്ചിട്ട് അതിലത് മാറ്റം വരുത്താതെ ഇരിക്കുക എന്നുള്ളതാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ഡൗൺ ആണ്. അതെപ്പോൾ വേണോ ചേഞ്ച് ആകാം. ഓക്കെ, കൂടുതലും ചാൻസ് കുറച്ച് താഴേക്ക് വന്നിട്ട് പോവുള്ളൂ എന്നുള്ളൊരു ലെവലാണ് സ്ട്രക്ചർ പ്രകാരം. സോ ബട്ട്
പ്രീമിയം രണ്ടിലും അങ്ങനെ മൂവ് ആവുന്നില്ല എന്നുള്ളതാണ്. കുറയുകയാണ് രണ്ടിലും. ഇവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് അല്ലേ, ബയ്യറോ സെല്ലറോ ആരാണോ സപ്പോർട്ടീവായിട്ട് കൂടി വരുന്നത്, അപ്പം നമുക്ക് ഒരു കൈ വയ്ക്കാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.